10-15 കരിക്കകത്തമ്മയുടെ ക്ഷേത്ര നടയിൽ പൊങ്കാല തർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമാവുക. 10-15 തന്ത്രി പുലിയന്നൂരിലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നുള്ള ദീപം പണ്ടാരയടുപ്പിലേക്ക് പകരും. അതിനുശേഷം ഓരോ അടുപ്പുകളിൽ നിന്ന് അടുപ്പുകളിലേക്ക് അഗ്നി അങ്ങനെ പകർന്ന് ആ പരിസരമാകെ ഒരു യാഗശാലയായി മാറുന്ന കാഴ്ചയിലേക്കാണ് പോകുന്നത്. നഗര തിരക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പ്രശാന്ത സുന്ദരമായ ഒരിടമാണ് കരിക്കകം എന്നത്. പണ്ട് നിബിഡമായ വനപ്രദേശമായിരുന്നു. അവിടേക്കാണല്ലോ ബ്രാഹ്മണൻ ഈ ഭദ്രകാളി രൂപമടക്കമുള്ള ഇഷ്ടമൂർത്തി സ്വരൂപങ്ങളുമായി കടന്നു വരുന്നതും അതിൻ്റെ പൂജകൾ ആരംഭിക്കുന്നതും. അപ്പോൾ വനനിബിഡമായ ഒരു പ്രദേശം ഇപ്പോഴും ശാന്തസുന്ദരമാണ്. കരിക്കകത്തമ്മ എന്നാൽ ഈ നഗരത്തിലാകെ ഒരു ആവേശമാണ്, ഒരു വികാരമാണ്. ആറ്റുകാൽ പൊങ്കാല പോലെ ഒരുപക്ഷെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തി വ്രതം നോറ്റ് അവിടെ പൊങ്കാലയർപ്പിച്ച് ആറ്റുകാലമ്മയെ വണങ്ങി മടങ്ങിപ്പോകുന്ന ഭക്തർ മടങ്ങുമ്പോൾ 2 ചിന്തകളാണ്. കഴിയുമെങ്കിൽ കരിക്കകത്ത് പൊങ്കാലയർപ്പിക്കണം, ഇനി അടുത്ത വർഷവും ആറ്റുകാലിലും കരിക്കകത്തും വരണം. അങ്ങനെ വലിയ 2 ചിന്തകളുമായാണ് അവർ വണ്ടി കയറി തിരികെ പോകുന്നത്. നോക്കൂ, ഈ ക്ഷേത്ര പരിസരം ഇത് ഒരു ട്രസ്റ്റ് അവിടെയുണ്ട്. ആ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. ഒരു 4-5 നാൾ മുന്നേ കരിക്കകം ക്ഷേത്രനടയിലെത്തി നമ്മൾ പുത്തൻപുലരി തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അവിടുത്തെ സംഘാടകരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ സമയത്ത് അവർ പറയുന്നത്, ഞങ്ങൾ ട്രസ്റ്റ് എന്ന നിലയിൽ എല്ലാ ഒരുക്കങ്ങളും എത്തിക്കുന്നു, ഒരുക്കങ്ങൾ സമ്പൂർണ്ണമാകാൻ പരിശ്രമിക്കുന്നു. പക്ഷേ ഈ ഉത്സവമാകെ ഏറ്റെടുത്ത് നടത്തുന്നത് ഈ ദേശമാകെയാണ്. എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വന്ന് കരിക്കകത്ത് തമ്പടിച്ച് അമ്മയ്ക്ക് വേണ്ടി കരിക്കകത്തമ്മ എന്ന ഒറ്റ പ്രാർത്ഥനയിൽ മനമുരുകി അവിടെ തന്നെ തങ്ങി ഈ ക്ഷേത്രോത്സവത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ പങ്കാളികളാകുന്നു എന്നാണ് സംഘാടകർ പറഞ്ഞത്. അതായത് ഒരുക്കം മാത്രം ഞങ്ങൾ ചെയ്യുന്നു, ബാക്കിയെല്ലാം ഭക്തജനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നാണ്. അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിക്കുന്ന ഇടമാണ്. അവിടേക്ക് ഒഴുകിയെത്തുന്ന ഭക്തരെല്ലാവരും വിശ്വാസത്തിൻ്റെ ആചാരപ്പെരുമയുടെ ഒക്കെ പങ്കാളികളായാണ് എത്തുന്നത്. പക്ഷെ അവർക്ക് അവിടെ കിട്ടുന്നത് സംതൃപ്തിയാണ്. ഒരേ സമയം ഉഗ്രരൂപിണിയും സാത്വികയുമായ അമ്മയെ സംപ്രീതിപ്പെടുത്തുക എന്നതുപോലെ പ്രധാനമാണ് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ഭക്തർക്ക് കിട്ടുന്ന സംതൃപ്തിയും. അപ്പോൾ പ്രതീക്ഷിച്ചെത്തുന്നു, ആ പ്രതീക്ഷകൾക്ക് ഫലമുണ്ടാകുന്നു എന്ന ആത്മവിശ്വാസത്തോടെ അതൊരു അനുഭവമായി സ്വീകരിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ മടങ്ങിപ്പോകുന്ന സമയമാണ്. 10-12 ആകുന്നു. 3 മിനിറ്റുകൾ കൂടി കഴിയുമ്പോൾ തന്ത്രി പുലിയന്നൂരിലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് പണ്ടാരയടുപ്പിൽ പകരാനുള്ള ദീപം ശ്രീകോവിലിൽ നിന്നെത്തിക്കും. അങ്ങനെ അഗ്നി അവിടെ പകരും. അത് കഴിഞ്ഞാൽ അറിയിപ്പ് വരും, എല്ലാ ഭക്തജനങ്ങളിലേക്കും ആ അറിയിപ്പെത്തും. ഓരോ ഇഷ്ടിക കൊണ്ട് ഒരുക്കിയ അടുപ്പുകളിൽ നിന്ന് അടുപ്പുകളിലേക്ക് അതാ നോക്കൂ, കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നുണ്ട്. കരിക്കകം ദേവീക്ഷേത്രത്തിന് മുകളിൽ കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നു. അപ്പോൾ അതൊരു സൂചനയായി മാറുന്നു താഴെ പണ്ടാരടുപ്പിലേക്ക് തിരിതെളിയിക്കാനുള്ള സമയമായി എന്ന്. അങ്ങനെ പണ്ടാരടുപ്പിലേക്ക് തിരിതെളിയിക്കുന്ന അഗ്നി പകരുന്ന നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണിനി. അവിടെ തന്ത്രി പുലിയന്നൂരിലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നെത്തിക്കുന്ന അഗ്നി പകരുന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകും. ഒപ്പം ഇന്ന് കരിക്കകത്തമ്മയുടെ തിരുനടയിൽ മഹോത്സവത്തിന് സമാപനമാകുന്ന ദിവസം കൂടിയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. അതായത് 700 വർഷത്തോളം പഴക്കമുണ്ട്. അത് അവിടെ അഗ്നി പകർന്നു കഴിഞ്ഞു. പണ്ടാരയടുപ്പിൽ തന്ത്രി പുലിയന്നൂരിലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നെത്തിച്ച അഗ്നി അവിടെ പണ്ടാരയടുപ്പിൽ പകർന്നു കഴിഞ്ഞു. അവിടെ വായ്ക്കുരവ കേൾക്കുന്നുണ്ട്. ഭക്തരാകെ അമ്മേ ശരണം എന്ന ഒറ്റ മന്ത്രത്തിൽ അലിഞ്ഞു ചേരുന്ന നിമിഷമാണിത്. ഈ ഭണ്ഡാരയടുപ്പിൽ അഗ്നി പകർന്നു കഴിഞ്ഞ സ്ഥിതിക്കിനി ഓരോ അടുപ്പിലേക്കും അതെത്തുന്ന നിമിഷമാണ്. തത്സമയ കാഴ്ചകളിലേക്ക് പോകാം. ഭണ്ഡാര അടുപ്പിൽ നിന്ന് അഗ്നി അങ്ങനെ
പല പല ചൂട്ടുകളിലേക്ക് പകർന്നു, കൊതുമ്പുകളിലും ചൂട്ടുകളിലുമൊക്കെയായി പകർന്ന് ഇനി ഓരോ അടുപ്പുകളിലേക്കും എത്തും. അറിയിപ്പ് വന്നു കഴിഞ്ഞു. അങ്ങനെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വിശ്വാസത്തിൻ്റെ ആചാര പെരുമയുടെ ഒരു നിമിഷത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെന്നിരിക്കുന്നത്. പ്രാർത്ഥനയോടെ കാത്തുനിൽപ്പാണ് ഭക്തർ, അമ്മമാർ, സോദരിമാർ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. മനമുരുകി പ്രാർത്ഥിച്ചാൽ, ആവശ്യമുള്ള കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ആഗ്രഹം സാധിച്ചു തരാൻ അമ്മയുണ്ടാകും എന്ന വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഓരോ അമ്മമാരുടെയും സഹോദരിമാരുടെയും മുഖത്ത് തെളിഞ്ഞു കത്തുന്നത്. അഗ്നി അടുപ്പിൽ കത്തും മുൻപേ പ്രതീക്ഷയുടെ അഗ്നി മുഖത്ത് തെളിയുന്നുണ്ട് എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കണം. അങ്ങനെ വിശ്വാസ പെരുമയുടെ നടുവിലാണ് ഈ ഭക്തരൊക്കെയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ക്ഷേത്ര പരിസരമാകെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഭക്തർ. ഇനി അടുപ്പുകളിൽ നിന്ന് അടുപ്പുകളിലേക്ക് അഗ്നി പകർന്ന് കടും പായസം പരുവപ്പെടുന്ന സമയത്തിലേക്ക് പോവുകയാണ്. ഏതായാലും ഇതൊരു ഈ നിമിഷം നമുക്ക് വിനോദിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. അവിടെ പണ്ടാരയെടുപ്പിൽ അഗ്നി പകർന്നു കഴിഞ്ഞു. വിനോദ്. തീർച്ചയായും കൃഷ്ണരാജ, പണ്ടാരയടുപ്പിൽ കൃത്യം 10:15 തന്നെ തന്ത്രി പുലിയന്നൂർ നാരായണൻ അനുജൻ ഭട്ടതിരിപ്പാട് പണ്ടാരയടുപ്പിലേക്ക് ഭദ്രദീപം പകർന്നു. ആ ഭദ്രദീപം പകർന്നതിന് ശേഷം ആ അടുപ്പിൽ നിന്നും അഗ്നി പിന്നീട് ക്ഷേത്രത്തിന് പുറത്തേക്കുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ അടുപ്പുകളിലേക്ക് ഓരോന്നായി ഓരോ അടുപ്പുകളിലേക്ക് ഇപ്പോൾ ദീപം പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 10,000കണക്കിന് പൊങ്കാല അടുപ്പുകളിലേക്ക് അത് അഗ്നിയായി, അത് തീജ്വാലയായി, അത് ആ അടുപ്പുകളിലേക്ക് പകരുകയാണ്. ഇങ്ങനെ പൊങ്കാല വഴിപാട് എല്ലാ ഭക്തജനങ്ങളും പൊങ്കാല വഴിപാട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ അടുപ്പുകളിലേക്കും തീ പകർന്നുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം 2:30 പൊങ്കാലയുടെ സമർപ്പണം. ഒരു വർഷത്തെ കാത്തിരിപ്പാണ്, ഒരു വർഷത്തെ പ്രാർത്ഥനയാണ്, ഒരു വർഷത്തെ ജന്മസാഫല്യമാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഈ പൊങ്കാല. അവർ കാത്തിരുന്ന അതിമഹനീയമായ മുഹൂർത്തത്തിനാണ് ഇപ്പോൾ 10,000 സാക്ഷ്യം വഹിച്ചത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്ര പരിസരത്തും ക്ഷേത്ര സങ്കേതത്തിലുമായി ഈ പൊങ്കാല വഴിപാടിൽ പങ്കെടുക്കാൻ വന്നു ചേർന്നിട്ടുള്ളത്. വാദ്യമേളങ്ങളുടെയും വായ്ക്കുരവയുടെയും ദേവീനാമങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇവിടെ ഈ മഹനീയമായ കർമ്മം നടന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് വി രാജേഷ്, അതേപോലെ തന്നെ ഈ കഴക്കൂട്ടം മണ്ഡലം ഉൾപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, എൻഡിഎയുടെ സ്ഥാനാർത്ഥി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, അതുപോലെ തന്നെ നിലവിലുള്ള MLA കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ ടി ശരചന്ദ്ര പ്രസാദ് തുടങ്ങിയ സ്ഥാനാർത്ഥികളെല്ലാം ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി CP ജോൺ, അദ്ദേഹത്തെ ഇവിടെ കാണാൻ കഴിഞ്ഞു. അത്തരത്തിൽ നിരവധി പ്രമുഖരും നിരവധി സാംസ്കാരിക രംഗത്തെയും ഒക്കെ നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ, ആയിരക്കണക്കിന് സ്ത്രീജനങ്ങൾ, നൂറുകണക്കിന് ഭക്തജനങ്ങൾ, അപാലവൃത്തം ജനങ്ങളും ചാമുണ്ടേശ്വരി ഭഗവതിയെ തൊഴാൻ, പൊങ്കാല വഴിപാടിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. കൃഷ്ണരാജ്. ശരി, എല്ലാ അടുപ്പുകളിലേക്കും ഇഷ്ടിക അടുപ്പുകളിലേക്കും അഗ്നി പകർന്ന് എത്തിക്കഴിഞ്ഞു. പൊങ്കാല തർപ്പണ ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഈ മൺകുടങ്ങളിലെ പൊൻകലങ്ങളിലെ വെള്ളം തിളയ്ക്കും. അപ്പോഴേക്കും അരി കഴുകി അതിലേക്കിടും. അങ്ങനെ അരി പാകപ്പെട്ട് തൂവിത്തുടങ്ങുന്ന സമയത്താണ് ശർക്കര ചേർക്കുക. ശർക്കര ചേർത്ത് പഴത്തുണ്ട് ചേർത്ത് അങ്ങനെ എല്ലാം ഉണക്കമുന്തിരി അടക്കമുള്ള എല്ലാം ചേർത്ത് ഒരു കടും പായസ വിഭവം, പൊങ്കാല വിഭവം രൂപപ്പെട്ട് വരുമ്പോഴാണ് ഈ അമ്മമാരുടെ മനസ്സിലെ കാത്തിരിപ്പിൻ്റെ പെരുമഴ തോർന്നു വീഴുന്നത്. കാരണം കണ്ണ് കടലാകുന്നുണ്ട് ചിലരുടെ. പ്രാർത്ഥന അങ്ങേയറ്റത്താണ്. മനമുരുകി പ്രാർത്ഥിക്കുന്നു. കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീർത്തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇതൊരു പൂർണ്ണമായ പ്രതീക്ഷയുടെ സമർപ്പണമാണ്. ആ സമർപ്പണത്തിനൊടുവിൽ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. നോക്കൂ, നമുക്ക് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് കൊടും ചൂടാണ്. പിന്നീട് ഈ അഗ്നി പകർന്ന്
പതിനായിരക്കണക്കിന് അടുപ്പുകളിൽ നിന്നാണ് പുകയും അഗ്നിയും ഇങ്ങനെ ഉയരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് ചൂട് ഇരട്ടിയാക്കുന്നു. ഇത്തവണ മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. അടുപ്പുകളിലെ ചൂട്, അഗ്നി നൽകുന്ന ചൂട്, ഒപ്പം നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട്, അതിനുമപ്പുറം തെരഞ്ഞെടുപ്പ് ചൂട് കൂടിയാണ്. അപ്പോൾ എല്ലാ ചൂടും ചേർന്ന് അവിടെ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ യാഗശാലയായി മാറുന്ന നിമിഷമാണ്. നോക്കൂ, വലിയൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് 2:30 പൊങ്കാല നിവേദ്യം നടക്കും. ശ്രീകോവിലിൽ നിന്നും തന്ത്രി തങ്കത്തിൽ പൊതിഞ്ഞ ദേവിയുടെ ഉടവാൾ പൊങ്കാലക്കളത്തിൽ എത്തിച്ചാണ് തർപ്പണം നടത്തുന്നത്. ഈ ഉടവാളിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഉടവാൾ ഇന്ന് പൊങ്കാല തർപ്പണ നേരത്ത് തന്ത്രി ആ തങ്കത്തിൽ പൊതിഞ്ഞ ദേവിയുടെ ഉടവാൾ പൊങ്കാലക്കളത്തിൽ എത്തിക്കും. എന്നിട്ടാണ് പൊങ്കാല തർപ്പണ ചടങ്ങ് നടക്കുക എന്നാണ്. മാത്രമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 700 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഉടവാൾ ഇന്ന് ഭക്തർക്ക് ദർശിക്കാനുള്ള അവസരവും ഉണ്ടാകും എന്നാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്നൊരു ദിവസം ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. മീനമാസത്തിലെ മകം നാൾ, കരിക്കകത്തമ്മയുടെ പിറന്നാൾ, ഉത്സവത്തിൻ്റെ 7ാം നാൾ, ഒപ്പം പൊങ്കാലയർപ്പിക്കുന്ന നാൾ. അങ്ങനെ സങ്കടം എന്തെന്ന് പറഞ്ഞാൽ, ആഗ്രഹമറിയിച്ചാൽ, പ്രാർത്ഥിച്ചാൽ അമ്മയുടെ അനുഗ്രഹ വലയത്തിൽ ഈ ഭക്തരെല്ലാവരും എത്തിച്ചേരുന്ന അപൂർവമായ ഒരു നിമിഷമാണിത്. അപൂർവമായ നിമിഷം എന്ന വാക്ക് പറയുമ്പോൾ അപൂർവമായൊരു ക്ഷേത്രം എന്ന കാര്യം കൂടി നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി വരും. അതായത് ഒരു ദേവി, 3 ഭാവങ്ങൾ, 3 രൂപങ്ങൾ. അതായത് ക്ഷേത്രത്തിൽ ആദ്യം ചെന്ന് ദർശിക്കുന്ന ഇടം ചാമുണ്ടേശ്വരി ദേവിയാണ്, ഭദ്ര ചാമുണ്ടേശ്വരി എന്നാണ്. അതിനിടതുവശത്ത് രക്തചാമുണ്ടേശ്വരി, അതിനും ഇടതുവശത്ത് ബാലചാമുണ്ടേശ്വരി. 3 ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ബാലചാമുണ്ടേശ്വരിക്ക് സാത്വികമായ ഭാവമാണ്, എപ്പോഴും പുഞ്ചിരിച്ച മുഖമാണ്. അങ്ങനെ അനുഗ്രഹിക്കാനാണ് ബാലചാമുണ്ടേശ്വരിക്ക് ഇഷ്ടം. അതിന് വലതുവശത്തെ രക്തചാമുണ്ടേശ്വരി ആകട്ടെ ഉഗ്രരൂപിണിയാണ്. കോപാഗ്നിയാൽ തിളച്ചു നിൽക്കുന്ന അമ്മയാണ് രക്തചാമുണ്ടേശ്വരി. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥത കൂടുതൽ വേണം. പ്രാർത്ഥിക്കുമ്പോൾ മനമുരുകി പ്രാർത്ഥിക്കണം, ശരിയായത് മാത്രം പ്രാർത്ഥിക്കണം, അർഹിച്ചതു മാത്രം നേടാൻ ആഗ്രഹിച്ചു വേണം രക്തചാമുണ്ടേശ്വരി നടയിലെത്തി പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉഗ്രരൂപിണിയായ അമ്മയുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അമ്മ പുഞ്ചിരിക്കുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അതാണ് അമ്മയുടെ അനുഗ്രഹം. പ്രാർത്ഥിച്ച കാര്യം നടക്കും എന്നതിന് തെളിവായി ആ നിമിഷം മാറുകയാണ്. ഉഗ്ര കോപാകുലയായി നിൽക്കുന്ന അമ്മ പുഞ്ചിരിക്കുന്നുവെന്ന് നമുക്ക് തോന്നിയാൽ, ദർശനം തേടിയെത്തുന്ന ഭക്തർക്കത് തോന്നിയാൽ, എന്താണോ പ്രാർത്ഥിച്ചത് അത് നടക്കും, അത് സഫലീകരിക്കും, അത് പൂർത്തിയാകും എന്നാണ് അർത്ഥം. അങ്ങനെ ബാലചാമുണ്ടേശ്വരി, അത് കഴിഞ്ഞാൽ രക്തചാമുണ്ടേശ്വരി. സാത്വിക ഭാവത്തിൽ പുഞ്ചിരിയോടെ ബാലചാമുണ്ടേശ്വരി, ഉഗ്ര രൂപിണിയായി കോപാകുലയായി നിൽക്കുന്ന രക്തചാമുണ്ടേശ്വരി. അത് കഴിഞ്ഞാലാണ് ഈ 2 ഭാവങ്ങളും ആവാഹിച്ചെടുത്ത ചാമുണ്ടേശ്വരി ദേവി അവിടെയുള്ളത്. അതായത് ചിരിക്കേണ്ടപ്പോൾ ചിരിക്കുന്ന, അനുഗ്രഹിക്കേണ്ടപ്പോൾ അനുഗ്രഹിക്കുന്ന, ആകേണ്ടപ്പോൾ കോപാകുലയാകുന്ന, ഉഗ്രരൂപിണിയും ഐശ്വര്യ ദേവതയും ഒക്കെയായി മാറുന്ന അമ്മയാണ് ചാമുണ്ടേശ്വരി ദേവി. അങ്ങനെ കരിക്കകത്തമ്മ എന്നാൽ അത്യപൂർവ ക്ഷേത്രങ്ങളിലെ ഒരേ ദേവിക്ക് 3 രൂപത്തിലും ഭാവത്തിലുമുള്ള പ്രതിഷ്ഠയായി മാറുകയാണ്. അങ്ങനെ ഭക്തർ അവിടേക്ക് ഒഴുകിയെത്തുന്ന നിമിഷം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, അതാ ആ ഒഴിഞ്ഞ് അതിനുള്ളിലേക്ക് തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് അരി അർപ്പിക്കുകയാണ്. ഈ അരി ഇതൊന്ന് പാകപ്പെട്ട് വരുമ്പോഴേക്കും അത് ഇങ്ങനെ പൊൻകലം കവിഞ്ഞ് പുറത്തേക്ക് വരുമെന്ന് തോന്നുന്ന സമയത്താണ് ശർക്കര തൂവുക. അങ്ങനെ ശർക്കര ചേർത്ത് അതൊന്ന് പാകപ്പെടുത്തിയെടുത്ത് പഴത്തുണ്ടുകൾ, ഉണക്കമുന്തിരി ഒക്കെ അതിലേക്കിട്ട് അന്തിമ രൂപത്തിലേക്ക് ഈ പൊങ്കാല മാറുന്ന ഒരു നിമിഷമാണ്. അപ്പോഴാണ് അടുത്ത മനമുരുകി പ്രാർത്ഥന. ഞാൻ ആഗ്രഹിച്ചത് സാധിച്ചു, അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കണം, പൊങ്കാലയർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു, അത് നടന്നു, അതിനമ്മേ നന്ദി, അമ്മയെ ശരണം എന്ന പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ അമ്മയെ കാണാനുള്ള ഒരു ഓട്ട പ്രദക്ഷിണമാണ്. അമ്മയെ കാണണം, 3 അമ്മമാരെയും കണ്ട് തൊഴണം, എന്തെങ്കിലും വഴിപാടുകൾ ഉണ്ടെങ്കിൽ അത് നടത്തണം. രക്തചാമുണ്ടേശ്വരി, ബാലചാമുണ്ടേശ്വരി നടകളിലെത്തി നടതുറപ്പിക്കണമെങ്കിൽ പിഴയടയ്ക്കണം. അതൊക്കെ ചെയ്യാനുള്ള പുറപ്പാടാണ്. പിന്നെ അതെല്ലാവരും ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ വലിയ തിരക്ക് അനുഭവപ്പെടും. അപ്പോഴേക്കും അവരവരുടെ മുക്കല്ലടുപ്പിനു മീതെ പൊങ്കാല പാകപ്പെട്ടിട്ടുണ്ടാകും.
ആ പാകപ്പെടുന്ന ചടങ്ങിലേക്കുള്ള ഒരു യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അരി എല്ലാവരും ആ അടുപ്പിലും ആ പൊൻകലത്തിനും ഒന്ന് കൈചുറ്റി എടുത്ത് അവിടേക്ക് അർപ്പിക്കുന്ന നിമിഷമാണിത്. എല്ലാ അമ്മമാരും തിരക്കിലാണ്. ഒരമ്മയ്ക്ക് വേണ്ടി എല്ലാ മക്കളും എത്തുന്ന നിമിഷമാണ്.